ഹലോ ഫ്രണ്ട്സ്, SRP ദിമലുൻ്റെ പുതിയൊരു ട്രാവൽ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. രാവിലെ 6:30 ഞാൻ ക്യാബിലിരിക്കുന്ന കാഴ്ചയാണിത്. നേരെ പോകുന്നത് ബാംഗ്ലൂർ എയർപോർട്ടിലോട്ടാണ്. അപ്പോൾ ഇന്നത്തെ യാത്ര ആസാമിലെ ഗുവാഹത്തിയിലോട്ടാണ്. ഇത്തവണ ടെർമിനൽ 2-ൽ നിന്നാണ് എനിക്ക് ഫ്ലൈറ്റ്. സാധാരണ എല്ലാ തവണയും ടെർമിനൽ 1-ൽ നിന്നായിരിക്കും. ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകൾ മിക്കവാറും ടെർമിനൽ 1-ൽ നിന്നായിരിക്കും. ഇൻ്റർനാഷണലാണ് കൂടുതലും ടെർമിനൽ 2-ൽ നിന്ന് പുറപ്പെടുന്നത്. പക്ഷേ ചില സമയങ്ങളിൽ നമുക്ക് ഡൊമസ്റ്റിക്കും ടെർമിനൽ 2-ൽ നിന്ന് കിട്ടും. എനിക്ക് അത്തരം സന്ദർഭങ്ങളിൽ ഭയങ്കര സന്തോഷമാണ്. കാരണം ടെർമിനൽ 2 കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. അവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് ടെർമിനൽ 1-നേക്കാളും. അപ്പം മുൻപ് ഞാൻ ഒരിക്കൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ 2-നെ കുറിച്ച്. അതിനകത്തുള്ള ഈ കാഴ്ചകളൊക്കെ നമുക്ക് കണ്ട് സമയം പോകുന്നതിന് അറിയില്ല. എന്തായാലും ഫ്ലൈറ്റിന് സമയമുള്ളത് കൊണ്ട് ഞാൻ ഈ കാഴ്ചകളൊക്കെ വീണ്ടും ഒന്ന് കണ്ട്, പലതവണ കണ്ടതാണെങ്കിലും ഒന്ന് കണ്ട് ആസ്വദിച്ച് നടക്കുമായിരുന്നു. പിന്നെ ഇവിടുത്തെ ലോഞ്ചും കുറച്ച് സ്പെഷ്യൽ ലോഞ്ചാണ്, കുറച്ചധികം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലോഞ്ചാണ്. എന്തായാലും എൻ്റെ ലോഞ്ച് ലിമിറ്റ് കഴിഞ്ഞതുകൊണ്ട് എനിക്ക് അന്ന് ലോഞ്ച് ആക്സസ് ഉണ്ടായിരുന്നില്ല. ഞാൻ കണ്ടിട്ടുള്ള എയർപോർട്ടുകളിൽ കുറച്ച് വലിയ എയർപോർട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് മുംബൈ ഛത്രപതി ശിവജി ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. അത് കഴിഞ്ഞാൽ എനിക്ക് അധികം വലിപ്പമുള്ള എയർപോർട്ടായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മുടെ ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് തന്നെയാണ്. മറ്റ് എയർപോർട്ടുകൾ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിപ്പൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട്, അതുപോലെ തന്നെ ഗുവാഹത്തി, ആസാമിലെ ഗുവാഹത്തി ഇൻ്റർനാഷണൽ എയർപോർട്ടും, പിന്നെ നമ്മുടെ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടും ഡൊമസ്റ്റിക് എയർപോർട്ടും ഉണ്ട്. ഏതായാലും ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഞാൻ പോയിട്ടില്ല, കാരണം ഇൻ്റർനാഷണൽ ട്രാവലൊന്നും നടത്തിയിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഡൊമസ്റ്റിക് എയർപോർട്ടിനെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാളൊക്കെ ഒത്തിരി വലുതാണ് ബാംഗ്ലൂരിലെ എയർപോർട്ട് എന്ന് പറയുന്നത്. ഇതായിരുന്നു എനിക്ക് പോകേണ്ട ഫ്ലൈറ്റ്, എയർ ഇന്ത്യയുടെ. അപ്പോൾ അവിടെ തൊട്ടടുത്ത് തന്നെ എയർ ഇന്ത്യ എക്സ്പ്രസ്സും മറ്റ് ഫ്ലൈറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസ്സിലും ആകാശ എയറിലും അങ്ങനെ ഇൻഡിഗോ, അങ്ങനെ ഒത്തിരി ഫ്ലൈറ്റ്സിൽ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. എല്ലാം തന്നെ ഡൊമസ്റ്റിക് യാത്രകളായിരുന്നു. പിന്നെ ഇതിലേതാണ് ബെറ്റർ അങ്ങനെ ഒരു കമ്പാരിസൺ എനിക്കിതുവരെ ഫീൽ ചെയ്തിട്ടില്ല. എല്ലാ യാത്രകളും ഒരുപോലെ തന്നെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. വെതറിൻ്റെ കണ്ടീഷൻ അനുസരിച്ചായിരിക്കും നമുക്ക് ഓരോ യാത്രകളിലും ടെൻഷൻ ഉണ്ടാകുക. ടേക്ക് ഓഫ് സമയത്തായാലും ലാൻഡിങ് സമയത്തായാലും വെതർ മോശമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ആ ബുദ്ധിമുട്ട് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. പലപ്പോഴും നമ്മൾ ലാൻഡ് ചെയ്യേണ്ട സമയത്ത് നിന്നും ഒരുപാട് സമയം ആകാശത്ത് തന്നെ വട്ടം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വെതർ ഓക്കെ അല്ലാത്ത സമയത്ത് നമുക്ക് ഒരിക്കലും ലാൻഡ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് അല്പം ടെൻഷൻ തോന്നാറുണ്ട്. പിന്നെ പല സമയങ്ങളിലും വെതർ മോശമാണെങ്കിൽ അവിടെ നമ്മുടെ പൈലറ്റിൻ്റെ അനൗൺസ്മെൻറ്റും വരാറുണ്ട്, കുറച്ച് വെതർ മോശമാണ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും കുലുക്കോ മറ്റോ ഉണ്ടാകുമ്പോഴത്തേക്കും ഒരു ടെൻഷൻ ഉണ്ടാവാറുണ്ട്. ഇവിടെ മറ്റൊരു ഫ്ലൈറ്റിൻ്റെ ടേക്ക് ഓഫ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ടേക്ക് ഓഫ് സമയത്ത് ഫ്ലൈറ്റിൻ്റെ സ്പീഡെന്ന് പറയുന്നത് ഏകദേശം 260-280 കിലോമീറ്റർ സ്പീഡാണ്. ആ സ്പീഡിലാണ് നമ്മളിപ്പോൾ ഈ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് ആ സമയത്ത് ടേക്ക് ഓഫ് സമയത്ത് എത്ര തവണ നമ്മൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തെന്ന് പറഞ്ഞാലും നമുക്ക് ഒത്തിരി ടെൻഷൻ ഉണ്ടാവും ആ ഒരു സമയത്ത്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നത് പോലെ എൻ്റെ എയർപോർട്ട് ലോഞ്ച് ലിമിറ്റ് ആക്സസ് കഴിഞ്ഞിരുന്നതുകൊണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തപ്പോൾ തന്നെ ഞാൻ അതിനൊപ്പം ഫുഡും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഫുഡാണ് ഫ്ലൈറ്റിൽ നിന്ന് എനിക്ക് കിട്ടിയത്. നല്ല ചൂടായിട്ടുള്ള നല്ല ഫുഡ് തന്നെയാണ് കിട്ടിയത്. എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ ഈ യാത്ര ഒന്ന് എൻജോയ് ചെയ്യായിരുന്നു. ഫ്ലൈറ്റിൽ യാത്ര ചെയ്തവർക്കറിയാം, ഫ്ലൈറ്റ് ആകാശത്തോടെ പോകുമ്പോൾ നമുക്ക് തോന്നുന്നത് ഫ്ലൈറ്റ് മൂവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊരു ഡൗട്ട് ഉണ്ടാവും. വളരെ പതുക്കെയാണ് പോകുന്നത് എന്ന് നമുക്ക് തോന്നുന്നുണ്ടായിരിക്കും, എങ്കിലും വളരെ സ്പീഡിലാണ് ഫ്ലൈറ്റ് പോകുന്നതെന്നും നമുക്കറിയാം. പക്ഷേ ഒരിക്കലും നമുക്ക് അതിനകത്തിരിക്കുമ്പോൾ നമുക്കങ്ങനെ ഒരു ഫീൽ ഉണ്ടാവത്തില്ല. മൂവ് ചെയ്യുന്നോ അല്ലെങ്കിൽ ഇത് എവിടെയെങ്കിലും സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നോ എന്നൊരു സംശയം നമുക്ക് തോന്നിപ്പോകും. ബാംഗ്ലൂരിൽ നിന്ന് ഗുവാഹട്ടി എയർപോർട്ടിലേക്ക് ഏകദേശം 3-3.5 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഉറങ്ങാനുള്ള സമയം എനിക്ക് എപ്പോഴും കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നല്ല രീതിയിൽ കിടന്നുറങ്ങുകയാണ് പതിവ് എല്ലായ്പ്പോഴും. എന്തായാലും ഈ യാത്രയിലും ഞാൻ നല്ല രീതിയിൽ ഉറങ്ങി ആസ്വദിച്ച് തന്നെയാണ് ഈ യാത്ര ചെയ്തത്. അന്നത്തെ ദിവസം വെതർ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നത് കൊണ്ട് കറക്റ്റ് സമയത്ത് തന്നെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗുവാഹട്ടി എയർപോർട്ടിലെ കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത്. എയർപോർട്ടിനകത്തുള്ള റൺവേക്കകത്തുള്ള കാഴ്ചകളാണ്. അപ്പോൾ അവിടുന്ന് ബസ്സിലാണ് നമ്മളെ എയർപോർട്ടിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ പതിവ് പോലെ തന്നെ ബസ് വന്നു, ബസ്സിനകത്ത് കയറി, ബസ്സിനകത്തു നിന്നുള്ള കാഴ്ചകളാണ്. ഈ ഫ്ലൈറ്റിലാണ് ഞാൻ വന്നിറങ്ങിയത്. തൊട്ടടുത്ത് ഇൻഡിഗോ ഫ്ലൈറ്റ്സും ഒക്കെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തുള്ള ലഗേജ് മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ എല്ലായ്പ്പോഴും ഒരു ഹാൻഡ് ബാഗ് മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് എനിക്ക് ലഗേജിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരാറില്ല. എയർപോർട്ട് ഗ്രൗണ്ടിൽ നിന്നും ഗുവാഹട്ടി എയർപോർട്ടിലുള്ള എൻട്രൻസ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമ്മൾ കാണുന്നത് ഗുവാഹട്ടി എയർപോർട്ടിനുള്ളിലെ കാഴ്ചകളാണ്. അത്യാവശ്യം ഭംഗിയുള്ള എയർപോർട്ട് തന്നെയാണ് ഗുവാഹത്തിയിലേതും. ഗുവാഹത്തി എയർപോർട്ടിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ കാണുന്നത് അവിടുത്തെ സ്റ്റേറ്റ് ആനിമൽ ആയിട്ടുള്ള ഇന്ത്യൻ റൈനോസേഴ്സ് എന്നറിയപ്പെടുന്ന ഈ റൈനോസേഴ്സിൻ്റെ 2 പ്രതിമകളാണ് അവിടെ വച്ചിരിക്കുന്നത്. ഇത് ആസാമിലെ സ്റ്റേറ്റ് ആനിമൽ എന്നറിയപ്പെടുന്ന ഒറ്റക്കമ്പുള്ള റൈനോസാണ്. ആസാമിൽ പല സ്ഥലങ്ങളിലും നമുക്ക് ഇത്തരം റൈനോസിൻ്റെ സ്റ്റാച്യൂസ് കാണാൻ കഴിയും.
ഭയങ്കര ചൂടാണ് ആസാമിൽ മിക്കവാറും ഉള്ളത്. ഗുവാഹത്തി എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ആ ചൂട് നല്ല രീതിയിൽ അറിയാൻ പറ്റും. തണുത്ത കാലാവസ്ഥയിൽ, അതായത് ഡിസംബർ മാസങ്ങളിലൊഴികെ, ഡിസംബർ ജനുവരി മാസങ്ങളിലൊഴികെ അല്ലാത്ത സമയങ്ങളിലെല്ലാം എല്ലായ്പ്പോഴും നല്ല ചൂടുള്ള കാലാവസ്ഥയാണ് ഗുവാഹത്തിയിലേത്. ഗുവാഹത്തി എയർപോർട്ടിൽ നിന്ന് എൻ്റെ ഹോട്ടൽ റൂമിലേക്ക് പോകുമ്പോഴുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഹോട്ടൽ റൂമിലെത്തി ഫ്രഷ് ആയിട്ട് വേണം എൻ്റെ ഓഫീസ് ജോലികൾക്കായിട്ട് തൊട്ടടുത്തുള്ള ഓഫീസിൽ പോകാനായിട്ട്. ഞാനീ പോകുന്നത് തന്നെ ഒരു ഒഫീഷ്യൽ ട്രിപ്പാണ്. ഞങ്ങളുടെ കമ്പനി ഓഡിറ്റേഴ്സിനെ മീറ്റ് ചെയ്യാനാണ് ഈ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിയിൽ നമുക്ക് ഇങ്ങനെ കുറച്ച് കാഴ്ചകൾ കാണാൻ കഴിയും. ഈ കാഴ്ച കാണുമ്പോൾ എനിക്ക് എല്ലായ്പ്പോഴും ഒരു സംശയം ഉണ്ടാകാറുണ്ട്. ഇതൊരു കുന്നിൻ ചെരുവിലാണ് ഈ വീടുകൾ ഇങ്ങനെ കെട്ടിവെച്ചേക്കുന്നത്. ഇതിന് മുകളിലോട്ടുള്ള ഒരു കുന്നാണ്, ആ കാടാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും ആലോചിക്കും, നമ്മുടെ നാട്ടിൽ വയനാട്ടിലൊക്കെ ഉണ്ടാകുന്നുള്ള ഉരുൾപൊട്ടലോ പ്രശ്നങ്ങളോ ഉണ്ടാവുമെന്ന് ഇവർക്ക് പേടിയില്ലേ? അല്ലെങ്കിൽ അതങ്ങനെ ഉണ്ടാവാത്തൊരു സ്ഥലമായിരിക്കുമോ? ജിയോളജിക്കലി അങ്ങനെ എന്തെങ്കിലും പ്രത്യേകത ഇവിടെ ഉണ്ടോ എന്ന് എനിക്കിപ്പോഴും സംശയമുണ്ട്. കാരണം നമുക്ക് കാണുമ്പോൾ മിക്കവാറും പേടി തോന്നും. കാരണം തൊട്ട് മുകളിലോട്ടെല്ലാം മലയും കുന്നും മരങ്ങളുമൊക്കെയാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ താഴോട്ടിരിക്കുന്ന വീടുകൾക്കെല്ലാം അത് അപകടമാണ്. എന്തായാലും അങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കുമല്ലോ അവരവിടെ വീടുകൾ വെച്ചിട്ടുള്ളത്. എന്തായാലും അങ്ങനെ ഒരു വാർത്തയും ഒരിക്കലും റിപ്പോർട്ട് ചെയ്ത് കണ്ടിട്ടില്ല. ഈ കാണുന്നത് അവിടെ ആസാമിലെ ഒരു പ്രത്യേക റിക്ഷാ വണ്ടിയാണ്. ഞാനിത് ഗുവാഹത്തിയിലേ കണ്ടിട്ടുള്ളൂ, മറ്റൊരു സ്ഥലത്ത് ഞാൻ പോയപ്പോൾ കണ്ടിട്ടില്ല. നമ്മുടെ നാട്ടിലൊന്നും ഇത്തരം റിക്ഷകൾ ഇപ്പോൾ ഇല്ല. സൈക്കിൾ റിക്ഷകളാണ്, പക്ഷേ ഇത് മോട്ടോർ ഘടിപ്പിച്ച സൈക്കിൾ റിക്ഷകളാണ്. കുറച്ച് ദൂരം വരെ പോകുന്നതിന് 40 രൂപ 50 രൂപയ്ക്കാണ് ഇതിൻ്റെ ചാർജ് വരുന്നത്. ഒരിക്കൽ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് ഞാനിതിൽ കയറിയിരുന്നു. എൻ്റെ ഏറ്റവും മോശം എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കൊന്ന് കിട്ടിയത്. കാരണം അത്രയും പെയിൻഫുള്ളായിട്ടുള്ളൊരു യാത്രയാണത്. മറ്റ് മോട്ടോർ വാഹനങ്ങളിലുള്ളതുപോലെയുള്ള ഷേക്ക് അബ്സോർബറോ അല്ലെങ്കിൽ കുഷൻ സീറ്റ്സോ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് അത്രയും വേദന അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ച് റോഡിലെ കുണ്ടിലും കുഴിയിലൊക്കെ വീഴുമ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട് ഈ റിക്ഷകളിലൂടെയുള്ള യാത്ര. എങ്കിലും ഇവിടുത്തെ സാധാരണക്കാർ കൂടുതലും ആശ്രയിക്കുന്നത് ഇത്തരം വാഹനങ്ങൾ തന്നെയാണ്. ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഗുവാഹത്തിയിലെ റൂമിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ വന്നിട്ട് സ്ഥിരം വന്നിട്ട് റൂം എടുക്കുന്നത് വഴിയാണെങ്കിൽ ഇത് നേരെ ഓഫീസിലാണ് ഓഫീസ്. അപ്പം അങ്ങനെ ഞാൻ എൻ്റെ റൂമിലെത്തിയിട്ടുണ്ട്. ഞാൻ എല്ലായ്പ്പോഴും വരുമ്പോഴും ഈ ഒരു ഹോട്ടലിൽ തന്നെയാണ് റൂം എടുക്കുന്നത്. കാരണം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എനിക്ക് പോകേണ്ട അല്ലെങ്കിൽ വർക്ക് ചെയ്യേണ്ട ഓഫീസുള്ളത്. ഓഫീസ് തൊട്ടടുത്ത് ആയതുകൊണ്ട് തന്നെ രാവിലെ ഒരല്പം താമസിച്ച് എനിക്ക് ഉറക്കം എഴുന്നേറ്റാൽ മതിയാകും. അപ്പോൾ അത്രയും സമയം നമുക്ക് റെസ്റ്റ് എടുക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഈ ഹോട്ടലിൽ തന്നെ റൂം എടുക്കുന്നത്. പിന്നെ ആകെയുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ട് എന്തെന്നാൽ ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കൂടിയാണ് റെയിൽവേ ട്രാക്ക് ഉള്ളത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ട്രെയിൻ പോകുന്ന ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അത്രയധികം ഉച്ചത്തിലല്ലെങ്കിലും ഹോട്ടൽ റൂമിനുള്ളിലും ആ സൗണ്ട് എത്താറുണ്ട്. പക്ഷേ അതൊരു ചെറിയ ബുദ്ധിമുട്ട് മാത്രമാണ്. എനിക്ക് ഈ ബാൽക്കണിയിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ റെയിൽവേ ക്രോസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ എൻ്റെ ഓഫീസും ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസുള്ളത്. അപ്പോൾ മനസ്സിലായി കാണുമല്ലോ എനിക്ക് ഇവിടെയുള്ള ഡിസ്റ്റൻസ്. രാവിലെ ജസ്റ്റ് എണീക്കുക, ഫ്രഷ് ആവുക, താഴെ ഏതെങ്കിലും ഹോട്ടലിൽ പോയി കാപ്പി കുടിക്കുക, പിന്നെ നേരെ ഓഫീസിൽ പോവുക. ഇതാണ് എൻ്റെ റൊട്ടീൻ. ഇവിടെ പോയി കഴിഞ്ഞാൽ ഒരു 3-4 ദിവസം ഞാനിവിടെ ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ആസാം ഗുവാഹത്തി യാത്രാവിശേഷങ്ങൾ. എനിക്ക് ഇവിടെ അടുത്തുള്ള കാമക്യ ടെമ്പിളിൽ പോകണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ അതിനുള്ള സമയം ഇതുവരെയും കിട്ടിയിട്ടില്ല. ഞാൻ വരുമ്പോഴൊക്കെയും കറക്റ്റ് എത്ര ദിവസം വർക്കുണ്ടോ ആ വർക്ക് കഴിഞ്ഞാൽ അന്നേ ദിവസം തന്നെ ഈവനിങ് അല്ലെങ്കിൽ നൈറ്റുള്ള ഫ്ലൈറ്റിൽ റിട്ടേൺ പോവുകയാണ് പതിവ്. അപ്പോൾ നമുക്ക് ഓഫീസ് പർപ്പസിന് വരുന്നത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു ടൈം ഇതുവരെയും കിട്ടിയിട്ടില്ല. എങ്കിലും ഒരിക്കൽ വരുമ്പോൾ ഒരു എക്സ്ട്രാ ദിവസമെങ്കിലും പ്ലാൻ ചെയ്ത് കാമക്യ ക്ഷേത്രത്തിൽ പോകണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും പോകുന്ന ദിവസം ആ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റായി അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.